ശിവാനി മോളെ നമസ്കാരം. നമസ്തേ. സുഖങ്ങളൊക്കെ തന്നെയാണല്ലോ അല്ലേ? സുഖമായിട്ടിരിക്കുന്നു. എന്താണ് മോനെ, മോളെ എവിടെ ഇരുത്തിയിട്ട് മോൻ ചിത്രം വരയ്ക്കുകയാണോ? മോളുടെ ചിത്രമാണോ? അങ്കിളെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യില്ലേ പ്ലീസ്. അങ്കിൾ കുറച്ചേരം ഒന്ന് പുറത്ത് വെക്ക്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശിവാനി മോളെ, ഈയിടെയായിട്ട് എന്റെ ചെക്കനെ ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ടെന്നേ. വരച്ചോ വരച്ചോ വരച്ചോ. അതെന്തായാലും നടക്കട്ടെ, എനിക്കും കാണാമല്ലോ. വരയ്ക്കും മോനെ. ഓഹോ ഹോ ഹോ, ഏതോ രാജാവിന്റെ കാലത്തുള്ള ചിത്ര, അതായത് പൗരാണിക ചിത്രം. നടക്കട്ടെ നടക്കട്ടെ നടക്കട്ടെ. നിന്റെ കഴിവിനെ ഞാൻ എന്തായാലും അംഗീകരിച്ചു കഴിഞ്ഞു. ഹബബബാ, അത്ഭുതകരമായ ചിത്രങ്ങൾ. എന്റെ അങ്കിളെ പ്ലീസ് ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഇവൻ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാ, എപ്പ ചിത്രം വരയ്ക്കുന്നത് നോക്കാൻ വന്നാലും ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കും. ശിവാനി താനവിടെ ഇരിക്കേ പ്ലീസ്. വരച്ചു കഴിഞ്ഞ ഉടനെ തന്നെ കാണിച്ചു തരാം. ശിവാനി മോളെ, മോളവിടെ ഇരിക്ക്. കഴിഞ്ഞാൽ ഉടനെ അവൻ പറയില്ല, അല്ലെങ്കിൽ ഞാൻ പറയാന്നേ. മോളിരിക്ക്. ശരിക്കും ഇവൻ സ്വപ്നത്തിൽ ആദിശേഷനെ തന്നെയായിരിക്കോ കണ്ടിരിക്കുക? അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എന്റെ കണക്കുകൂട്ടലെല്ലാം തെറ്റിപ്പോവുകയാണോ? അല്ല മോനെ, നീ എപ്പോഴും ഇങ്ങനെ മല, പുഴ അതുപോലുള്ള ചിത്രങ്ങളല്ലേ വരച്ചോണ്ടിരുന്നത്? ഇപ്പൊ ദേ മഹാരാജാന്റെ ചിത്രം വരയ്ക്കുന്നുണ്ടല്ലോ. അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം എന്റെ അങ്കിളെ. അങ്കിളൊന്ന് പുറത്തു പോകുന്നുണ്ടോ? അതെയോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, പോയേക്കാം. ഞാൻ പോയേക്കാം. നടക്കട്ടെന്നേ, നടക്കട്ടെ. മോൻ വരച്ചോ, മോൻ വരച്ചോ. കഴിഞ്ഞു അത്ര വിക്രം. അത്രയും ക്യൂരിയോസിറ്റി ഉണ്ടോ? 2 മിനിറ്റ്. ഇപ്പൊ റെഡിയാക്കി ശിവാനി പ്ലീസ്. എന്താ ശിവാൻ ഇതുവരെയായിട്ടും വരാത്ത? ഇനി വന്ന് നോക്കിയിട്ടെങ്ങാൻ പോയിട്ടുണ്ടാവോ? ചാൻസേ ഇല്ല. ഞാൻ നേരത്തെ വന്നതല്ലേ. ഇനിയിപ്പോ ഞാൻ പറഞ്ഞതൊന്നും അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ? അപ്പൊ ഞാൻ വന്നത് വെറുതെ ആയോ? ഞാൻ മുത്തശ്ശിയെ കണ്ടപ്പോ വീട്ടിലൊന്ന് പോയിട്ട് വന്നു. ഇനി ഞാൻ എത്താൻ ലേറ്റ് ആയോ? അതോ മുത്തശ്ശിയെ കണ്ട കാരണം ഇങ്ങനെ ആയിപ്പോയതാണോ? അല്ല, ഞാനിവിടെ ഉണ്ടാവുമെന്ന് അവർക്ക് അറിയാമായിരുന്നിട്ടും അവർ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. എന്തായിരിക്കും അതിന്റെ അർത്ഥം? അവള് ഇനി എന്നെ സ്നേഹിക്കുന്നില്ല എന്നായിരിക്കും. ഞാൻ അവളോട് എല്ലാം തുറന്നു പറഞ്ഞതല്ലേ? അല്ല, ഇനി ഒരു പക്ഷെ ഞാൻ പറഞ്ഞു എന്ന് അവൾക്ക് മനസ്സിലാവാത്തോണ്ടായിരിക്കോ? ആയിരിക്കില്ല. ചിലപ്പോ എനിക്ക് ബുദ്ധിമുട്ടാവുമെന്ന് കരുതി വരാത്തതായിരിക്കും. ഞാനിനി എന്ത് ചെയ്യാനാ? ഫോൺ വിളിച്ചു നോക്കിയാലോ?
വരച്ചേക്കുന്നേ? എന്റെ സ്വപ്നത്തിൽ താൻ ഇങ്ങനെയായിരുന്നു, രാജകുമാരി, ഒരു രാജകുമാരിയെ പോലെ. ഇതുപോലെ തന്നെയായിരുന്നു. അപ്പോ എങ്ങനെയുണ്ട് ഞാൻ വരച്ച പടം? നന്നായിട്ടില്ലേ? വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ മറ്റേയാള്... ഓ, തനിക്ക് അയാളുടെ രൂപം കൂടി ഒന്ന് കാണണമെന്നുണ്ടല്ലേ? അതെ. ഒരു 5 മിനിറ്റ് ശിവാനി, ഞാനിപ്പോ വരച്ച് കാണിച്ചു തരാം. അവിടെ ഇരുന്നോ? കുഴപ്പമില്ല, ഞാൻ ഇവിടെ നിന്നോളാം. ശിവാനി, ഞാൻ നേരത്തെ തന്നോട് പറഞ്ഞില്ലേ, എനിക്കിങ്ങനെ ചുമ്മാ ഒരാൾ നിർത്തി ബോറടിപ്പിക്കുന്ന ഇഷ്ടമല്ല. അവിടെ ഇരുന്നോളൂ പ്ലീസ്. ശരി. ഇവൻ വരയ്ക്കുന്ന ചിത്രം ആദിശേഷന്റെ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സന്തോഷിക്കണോ അതോ ദുഃഖിക്കണോ? മഹാദേവ, നീ തന്നെ ഒരു വഴി കാണിച്ചു തരണം. ശിവാനി, എന്താ മോനെ ത്രിവിക്രമ, നിന്റെ ഈ പെയിന്റിംഗ് പരിപാടി ഇതുവരെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു ഡാഡ്. ശിവാനി, എങ്ങനെയുണ്ട് എന്റെ മോന്റെ പെയിന്റിംഗ്? വളരെ നന്നായിട്ടുണ്ട് സർ. നിങ്ങൾ ഈ ലോകം മുഴുവൻ കറങ്ങിയിട്ടുള്ളതല്ലേ, എന്തുമാത്രം പെയിന്റിംഗും കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ ഒരു പെയിന്റിംഗ് ആയിട്ട് കൂട്ടും. ഡാഡി എന്നെ കളിയാക്കണ? ഒന്ന് വന്നേ, എന്ത് കണ്ടു നോക്കി, എങ്ങനെയുണ്ട് നോക്ക്. ഹലോ, ആ പറഞ്ഞു ദിഗ്വിജയ, അവരൊക്കെ എവിടെയാ? അത്രയ്ക്ക് എമർജൻസി ആണോ? ഓക്കെ, ഐ വിൽ ക്യാച്ച് യു. ഓക്കെ. ഈ ഡാഡി എപ്പോഴും ഇങ്ങനെ ശിവാനി,
ഇതൊക്കെ കണ്ട് നല്ല വാക്ക് പറയും, സന്തോഷിപ്പിക്കുന്നൊക്കെ ഞാൻ വെറുതെ ആഗ്രഹിക്കും. പക്ഷേ അങ്ങനെയൊന്നും നടക്കാറില്ല. അതൊന്നും കുഴപ്പമില്ല, എനിക്കിപ്പോ ഇതൊക്കെ വലിയ ശീലമായി. ഇറ്റ്സ് ഓക്കെ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഈ ചിത്രം എനിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ലില്ല. അതെന്താന്ന് വെച്ചാ ഞാൻ ഇതുപോലത്തെ ഒരു പടം ഇതുവരെ വരച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് ഇത് ഞാൻ എന്റെ കളക്ഷനിൽ വെക്കാൻ പോവാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇതിന്റെ ഒരു കോപ്പി എടുത്തിട്ട് ഫ്രെയിം ചെയ്ത് എനിക്ക് കൊണ്ടുതരാം. അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോ. ഫോട്ടോയോ? ഷുവർ, എടുത്തോ. താങ്ക്സ്. ഞാൻ പോയിട്ട് വരാം. പോവാണോ? ശിവാനി, ശിവാനി, ഒരു മിനിറ്റ്. ഞാൻ വരച്ചത് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ശിവാനിക്ക് സന്തോഷാണോ ഉണ്ടായത് അതോ ടെൻഷനാണോ? അതൊക്കെ ഓക്കെ. ഇവനാരെ? ഞാനെന്നെ അകത്തേക്ക് കയറണം. ഇനിയിപ്പോ ഞാൻ അവിടേക്ക് ലേറ്റായി ചെന്ന കാരണം മടങ്ങിപ്പോന്നതാണോ അതോ ഞാൻ പറഞ്ഞതിലൊന്നും കാര്യമില്ലാന്ന് പറഞ്ഞ് ഞാൻ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും? ഓ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്താ ചെയ്യപ്പേ? ഞാൻ ലേറ്റായി എത്തിയോണ്ട് മാത്രം അവൾ മടങ്ങിപ്പോകുന്നതായിരിക്കും. അതെ, അത് തന്നെ സത്യം. പിന്നെ അവൾ എനിക്ക് വേണ്ടി മാത്രം അവിടെ വന്ന് കാത്തു നിന്നിട്ട് ഞാൻ വന്നില്ല എന്ന് പറഞ്ഞ് മടങ്ങിപ്പോയെങ്കിൽ തെറ്റെന്റെ തന്നെയല്ലേ? സോറി പറഞ്ഞേക്കാം. ഒരുപക്ഷെ അവളവിടേക്ക് വന്നിട്ടില്ലെങ്കിൽ ഇല്ല, എന്തായാലും ശരി, സംസാരിക്കണം. ഹായ് മാഡം. ഹായ് തൃശൂൽ, എന്താ വിശേഷിച്ചിങ്ങോട്ട്? ഒന്നുമില്ല. ശിവാനി മാഡം എവിടെയാ? തൃശൂൽ, ശിവാനി എവിടെയെന്ന് നിനക്കറിയില്ലേ? അറിയില്ല മാഡം. അവരോട് എനിക്ക് ഒന്ന് സംസാരിക്കണമായിരുന്നു. തൃശൂൽ, തമാശ മതിയാക്ക്. ഞാൻ പറയുന്നത് തമാശയല്ല മാഡം, ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. ശിവാനി മാഡം എവിടെയാ? ശിവാനി നിന്നെ തിരക്കി അങ്ങോട്ട് വന്നല്ലോ. ആണോ? എന്നെ കാണാനായിട്ട്? സത്യമാണല്ലോ. തൃശൂൽ, നിങ്ങൾ വെറുതെ പറ്റിക്കാൻ പറയുന്നതല്ലേ? നോക്ക്, കളിപ്പിച്ചതൊക്കെ മതി. ഇത്രയും വലിയ ബിൽഡപ്പ് ഒന്നും വേണ്ട. ശിവാനി എവിടെ? ഇല്ല, ഞാനിത് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞൊന്നല്ല. ശിവാനി ഇവനെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ടാവും. അതാ ഇവിടെ വന്ന് വെറുതെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാഡം, ശിവാനി മാഡം അകത്തെങ്ങാനുണ്ടോ? മാഡം,
ഒരു മിനിറ്റ് തൃശൂൽ. എടി മധു, എത്ര നേരമായിടി? കാപ്പി ഉണ്ടാക്കണോ അതോ പായസം വയ്ക്കണോ? നീ ഒന്ന് വേഗം കൊണ്ടുവാ. കാപ്പി. എന്താടി കാപ്പി ചോദിച്ചിട്ട് 4 ഗ്ലാസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്? പഞ്ചസാര വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ട് തന്നോ നിങ്ങള്? ഇല്ലല്ലോ, അതുകൊണ്ടാ 4 ഗ്ലാസ് കൊണ്ടുവന്നത്. ഓ അത് ശരി. ഞാനത് ഓരോ തിരക്കിനിടയിലും മറന്നുപോയതാ. മുതലാളിയുടെ വീട്ടിൽ പോയി കുറച്ച് പഞ്ചസാര വാങ്ങിച്ചിട്ടോ. എന്റെ ഗതി എന്നും ഇത് തന്നെയാ. എന്തൊക്കെ ചോദിച്ചാലും മുതലാളിയുടെ വീട്ടിൽ ചെന്ന് ഇരക്കാനാണ് എന്നോട് പറയുന്നത്. മകൻ വളർന്നു വലുതായി, എന്നിട്ട് നിങ്ങൾ മാറുന്നില്ലല്ലോ. എടി മധു, എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞതാ, നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നതിന്റെ കാരണം തന്നെ മുതലാളിയാ. അവരുടെ ഭിക്ഷയായി കാണുന്നൊക്കെ എത്ര പറഞ്ഞാലും മനസ്സിലാക്കണ്ടേ? ഈ വീട്ടിൽ ഞാൻ എന്ത് പറഞ്ഞാലും ഒരു പട്ടിയുടെ വില പോലും എനിക്ക് തരാറില്ല. അതെ അതെ അതെ, എന്താടി പഞ്ചസാര വാങ്ങിക്കാൻ ഞാൻ തന്നെ പോണോ? അതല്ലെന്നേ, നിങ്ങളുടെ അമ്മ വന്നിരിക്കുന്നു. പിന്നെ എന്റെ അമ്മ, അവരെ കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ. അതല്ലെന്നേ, നിങ്ങളുടെ അമ്മ പുറത്തു വന്ന് നിൽക്കുന്നു. നീ എന്താ ഈ പറയുന്നത്? സത്യമാണെന്നേ, പുറത്ത് നിങ്ങളുടെ അമ്മ ഞാൻ കണ്ടതാ. ദേ, അവിടെയാ കണ്ടത്. എവിടെ? അവിടെ, ആ ഭാഗത്ത്. അതെ. എവിടെ? അതെ. ഇവിടെ ഒന്നുമില്ല. അല്ല, അവിടെ ഉണ്ടായിരുന്നതാണ് അവര്. അതെ. ഇവിടെ എവിടെ ഞാനൊന്നും കാണുന്നില്ല. ഞാൻ അവരെ കണ്ടതാണെന്നേ. അവരവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നിന്റെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ഞാൻ കണ്ടെന്ന് പറഞ്ഞത് ഉള്ളതാന്നേ. നിങ്ങളുടെ അമ്മ അവിടെ നിന്ന് വീട്ടിലേക്ക് വല്ലാത്തൊരു നോട്ടം നോക്കുന്നുണ്ടായിരുന്നു. അവരുടെ നോട്ടം കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയിന്നേ. ആ തൃശ്ശൂൽ ഓരോന്ന് പറയുന്നത് കേട്ട് നീയും വെറുതെ അതിന് പിന്നാലെ നടക്കണോ? നോണ പറഞ്ഞിട്ട് എനിക്കെന്ത് കിട്ടാനാ? നിങ്ങളുടെ അമ്മയെ പറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരും എന്ന് അറിഞ്ഞിട്ടും ഞാൻ അവരെ കണ്ടതുകൊണ്ടല്ലേ നിങ്ങളോട് വന്ന് പറഞ്ഞത്. അവരവിടെ നിന്ന് വീട്ടിലേക്ക് എത്തി നോക്കുന്നുണ്ടായിരുന്നു. ആ തള്ള മരിച്ച് മണ്ണടിച്ചിട്ട് വർഷത്ര കഴിഞ്ഞെന്നറിയൂ. ആലോചിച്ചിട്ട് സംസാരിക്കണം. ഇനി തൃശ്ശൂൽ വരുമ്പോ അവന് ഓതി കൊടുക്ക്. തന്നെ കയറാൻ നിൽക്കുന്ന കുരങ്ങനെ ഏണി വെച്ചു കൊടുക്കുന്ന പോലെ. മര്യാദക്കിരുന്ന എല്ലാവർക്കും കൊള്ളാം. ഇല്ലേ പിടിച്ച് മെന്റൽ ഹോസ്പിറ്റലിൽ ഇടും ഞാൻ. നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ ചൂടാവുന്നത്? ഞാൻ നിങ്ങളുടെ അമ്മയെ കണ്ടു എന്ന് പറഞ്ഞ സത്യം തന്നെയാ. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഒന്ന് പറഞ്ഞത്. പോയി നിന്റെ പണി നോക്ക്. ശിവാനി, എന്താ ഇതൊക്കെ? നീ തൃശൂലിനെ കാണാൻ വേണ്ടിയല്ലേ പുറത്തു പോയത്? അവൻ നിന്നെ അന്വേഷിച്ച് ദേ ഇങ്ങോട്ട് കയറി വന്നു. എന്താ പറ്റിയേ?